ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഇച്ചിരി ബിസി ആയിട്ടുള്ള ദിവസമാണ്. ഞാനും ചേട്ടനും ആദ്യം കൂടെ കോന്നി പത്തനംതിട്ടയിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തു. കുറച്ച് പേഴ്സണൽ കാര്യമുണ്ട്, അപ്പം അതിനൊക്കെ പോയിട്ട് വരാമെന്ന് ഓർത്തു. വേണ്ട ഒരുങ്ങി ഇവിടെ ഇപ്പുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുക ഒരുങ്ങി. പുള്ളി ഇച്ചിരി വാശി. ഇന്ന് പിന്നെ സ്കൂളില്ല, ഇന്ന് അവധിയാണ്. ഇന്ന് അവർക്കെന്തോ എന്തിൻ്റെ അവധിയാണ്. അപ്പം ഇന്ന് ഒരുമിച്ച് പോകാമെന്ന് വെച്ച്. ഇനി എന്തോ ആയി തീരുമെന്നറിയത്തില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല. എന്തായാലും പോയി. ഞങ്ങളുടെ ഒരു വഴിയും സ്ഥലമൊക്കെ ഇങ്ങനെയൊക്കെയാണേ. ഞങ്ങളുടെ ഇവിടുന്ന് അടുത്താണ്, ഞങ്ങളുടെ തൊട്ടടുത്താണ് ആനക്കൂട്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് ഇച്ചിരി പോയാൽ മതി ആനക്കൂട്. ഞാൻ കാണിച്ചു തരാം പോകുന്ന സ്ഥലം. പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ കാര്യം പറയണ്ട, മഹാമോശമായിട്ട് കിടക്കുക റോഡ്. ഇന്ന് ടൂ വീലർ കൊണ്ടൊക്കെ വരുന്നവർക്കൊക്കെ ഇച്ചിരി പാടാണ് വരാനും എടുക്കാനൊക്കെ. എന്നാലും കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡായി. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് ആനക്കൂട്. ഈ ഭാഗം തൊട്ട് ആനക്കൂട്. ഇത് ഞങ്ങളുടെ കോട്ടപ്പാറ വഞ്ചി. കോട്ടപ്പാറയിലേക്ക് ബ്ലോഗ് ഒരു തവണ ഞാൻ ചെയ്യാം. ഇപ്പം ആദ്യം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ പൈസ എടുക്കണ്ട. ATM നിന്നൊക്കെ പൈസയൊക്കെ ഭയങ്കര ചൂട്, ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. ഇവിടെ കയറിയായിരുന്നു കേട്ടോ, അക്ഷയ സെൻറ്ററിൽ കയറിയായിരുന്നു. അപ്പം അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ പത്തനംതിട്ട വരെ ഒന്ന് പോകണം. അപ്പം ആദ്യമേ ഇടയ്ക്ക് അച്ഛൻ വന്നായിരുന്നേ. അപ്പം എൻ്റെ അച്ഛൻ വന്നപ്പം അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വേണ്ട. പിന്നെ അച്ഛൻ കൊണ്ടുപോയി അങ്ങ്. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരാം. ചേട്ടന് പനി കുറവില്ല, മുഖത്തൊക്കെ നീരുണ്ട്, ചെറിയ പൊടിക്കെല്ലാം കുറവുണ്ട്. പാറ ഉണ്ടോ? അതാ പത്തനംതിട്ട ചുട്ടിപ്പാറ. ഞാൻ പോയിട്ടില്ല, ഇനി എന്തേലും പോവുകയാണെങ്കിൽ ബ്ലോഗിൽ കാണിക്കാം. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങി. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി പത്തനംതിട്ടയിൽ ഒരു നല്ല ഹോട്ടലിൽ. ഏട്ടനാണ് ലൈസൻസിൻ്റേത് പുതുക്കേണ്ട സമയമായി. അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ മെഡിക്കൽ എടുക്കണം. അപ്പം കണ്ണാശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പത്തനംതിട്ട ഇറങ്ങി. പിന്നെ ഫോണ് ചേട്ടൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഫോണ് എടുക്കണം. അപ്പം അതിനും കൂടി വേണ്ടിയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ സാധിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയത് ഇപ്പം ഉച്ച 4 മണിയോളം കഴിഞ്ഞ്. ഇന്നത്തെ ദിവസം എന്തായാലും പോയി കിട്ടി. അപ്പം രാത്രിയായപ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൊരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.